ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് എങ്ങനെയാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് എന്നും അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ്, ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ C#നകത്ത് ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളൊരു പെർട്ടിക്കുലർ ലൂപ്പ് യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം കേസുകളിലാണ് നമ്മൾ പൊതുവേ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഈ ലൂപ്പിനോ സ്വിച്ചിനോ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ കണ്ടീഷനിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആവുന്ന അല്ലെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് ആ പ്രോഗ്രാമിൻ്റെ ലൂപ്പായിക്കോട്ടെ സ്വിച്ച് ആയിക്കോട്ടെ അതിൻ്റെ കറൻറ്റ് ഫ്ലോ എക്സിറ്റ് അടിച്ച് പോരും. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കണം, ആ ഗിവൺ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. അപ്പോഴാണ് അതിന് എക്സിറ്റ് അടിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോരുക. പക്ഷേ ഇന്നർ ലൂപ്പ് യൂസ് ചെയ്യുന്ന കേസുകൾ വരുമ്പോൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഇന്നർ ലൂപ്പിലാണെങ്കിൽ ആ ഇന്നർ ലൂപ്പിന് എക്സിറ്റ് അടിച്ച് പോരുള്ളൂ. വീണ്ടും അതിൻ്റെ ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമ്പിളൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു സിൻറ്റാക്സ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്, സെമികോളൻ, ബ്രേക്ക്, സെമികോളൻ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, പക്ഷേ എൻ്റെ ലോജിക്ക് കുറച്ച് ബിഗ് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ ആ ലൂപ്പിനകത്ത് നമ്മൾ എന്തോ പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ ഓരോ വട്ടവും ഫാൾസ് ആകുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? ആ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ. ട്രൂ ആവുന്നതോടുകൂടി ബ്രേക്ക് അടിച്ച് എക്സിറ്റ് അടിച്ച് പോരും. അതാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കണ്ട ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, ബ്രേക്ക് എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇൻറ്റ് i = 1, i <= 10, i++. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം iക്ക് 1 കൊടുത്തു. കണ്ടീഷൻ എന്താണ്? 1 10നേക്കാൾ ചെറുതാണ്, ട്രൂ. അപ്പോൾ നമ്മൾ ഉള്ളിനകത്തേക്ക് കയറി, ലൂപ്പിനകത്ത് കയറി കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഈ 5 = 5 അല്ലല്ലോ, ഇവിടെ 1 ആയതുകൊണ്ട് ഒരിക്കലും അത് ട്രൂ അല്ല, ഫാൾസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോയി കൺസോൾ റൈറ്റ് ലൈൻ ആയി. അങ്ങനെ ബ്രേക്ക് അവിടെ എക്സിക്യൂട്ട് ആയിട്ടില്ല, ബിക്കോസ് കണ്ടീഷൻ ഫാൾസ് ആണ്. നമ്മൾ പറഞ്ഞു കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടീഷൻ ട്രൂ ആകുമ്പോഴാണ് നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് പോരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും 4ലേക്ക് കയറി i++ ചെയ്തു. അപ്പോൾ i എന്തായി? 2 ആയി. 2 <= 10 ആണ്. വീണ്ടും 2 = 5 ആണോ ചെക്ക് ചെയ്തു? അല്ല. വീണ്ടും 2 പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് ലൂപ്പിലേക്ക് പോയി i++ ആയി, i 3 ആയി. അത് 3ഉം 5ഉം സെയിം അല്ല. അപ്പോൾ വീണ്ടും നെക്സ്റ്റിലേക്ക് പോയി 4 ആയി. വീണ്ടും നെക്സ്റ്റിലേക്ക് പോയി 5 ആയി. 5 ആകുമ്പോൾ എന്താണ്? ഈ 5 = 5. 5 = 5 ആണ്. അതുകൊണ്ട് എന്താണ്? ബ്രേക്ക് അടിച്ച് എക്സിറ്റ് അടിച്ച് പോന്നു. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന എന്തൊക്കെയായിരിക്കും? മിക്കവാറും 1 വരും, 2 വരും, 3 വരും, 4 വരും. 5 വരില്ല. കാരണം എന്താണ്? 5 ആയപ്പോൾ അത് എക്സിറ്റ് അടിച്ച് പോകുന്നല്ലോ. അവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കാരണം ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് ആ റൈറ്റ് ലൈനിൻ്റെ മുന്നേ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ i പ്രിൻറ്റ് ചെയ്ത് വരില്ല. നമ്മളങ്ങനെ കൊടുത്തുകൊണ്ട് കേട്ടോ അങ്ങനെ വരുന്നത്. നോക്കൂ, ഔട്ട്പുട്ട് കിട്ടിയത് എങ്ങനെയാണ്? 1 2 3 4. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല എന്താ സംഭവിച്ചത്. ഇനി ഇന്നർ ലൂപ്പ് യൂസ് ചെയ്യുന്ന കേസുകളിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താലും ഇന്നർ ലൂപ്പിനകത്താണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തത് എങ്കിൽ ആ ഇന്നർ ലൂപ്പിൽ നിന്ന് മാത്രമേ എക്സിറ്റ് അടിച്ച് പോരുള്ളൂ. ഔട്ടർ ലൂപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതായത് ആ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസ് ആ കറൻറ്റ് ഫ്ലോ എന്താണോ അതേ എക്സിറ്റ് അടിച്ച് പോരുള്ളൂ. പിന്നെയും ബാക്കിയുള്ള എക്സിക്യൂഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, ബ്രേക്ക് എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ്, for int i = 1, i <= 3, i++, for int j = 1, j <= 3, j++, if i = 2 and j = 2, break console write line ij. അതായത് ഇവിടെ iയും jയും ആണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ കണ്ടീഷനകത്ത് കൊടുത്തതെന്താണ്? i 2ഉം jയും 2 ആവുന്ന കേസുകളിൽ ബ്രേക്ക് അടിച്ച് പോരേണ്ടി വരും. അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കറൻറ്റ് ഫ്ലോ എക്സിറ്റ് അടിക്കും. അതായത് ഇന്നർ ലൂപ്പിനെ എക്സിറ്റ് അടിക്കുള്ളൂ, ഔട്ടർ ലൂപ്പ് പിന്നെയും കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് പ്രോസസ്സിങ് നടക്കുക. അപ്പോൾ നമുക്ക് നോക്കാം.
ഫസ്റ്റ് എന്താണ്, ഐ 1 ആണ്, ജെ 1 ആണ്. അപ്പോൾ നമ്മളുടെ ഈഫിൻ്റെ കണ്ടീഷൻ തെറ്റല്ലേ, രണ്ടും 1 1 ആയതുകൊണ്ട്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യും. പിന്നെന്താണ്, ഐ 1 ആണ്, ജെ 2 ആവും, കാരണം ഇന്നർ ലൂപ്പല്ലേ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 2 ആകുമ്പോഴും പ്രിൻറ്റ് ചെയ്യും. പിന്നെ 1 3 ആകുമ്പോഴും പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നർ ലൂപ്പ് അവിടെ ഫിനിഷായി. പിന്നെ നമ്മൾ ഔട്ടർ ലൂപ്പിലേക്ക് പോയി I++ ചെയ്യും. അപ്പോൾ എന്തായി, ഐ 2 ആയി. പിന്നെ നമ്മൾ ഇന്നർ ലൂപ്പിലേക്ക് വരും. അപ്പോൾ 2 1 എന്നാണ് വരിക. അപ്പോൾ പ്രിൻറ്റ് ചെയ്യും. നെക്സ്റ്റ് ജെ ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആയി മാറി. അപ്പോൾ എന്താണ്, ഐ 2 ജെ 2. അപ്പോൾ 2 2. ഇഫ് ഐ ഈക്വൽ ടു 2 ആൻഡ് ജെ ഈക്വൽ ടു 2, ആ കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ ബ്രേക്ക് അടിച്ചു, ഇന്നർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു 2 1 ഓക്കെ 2 1 മാത്രമേ അവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ബാക്കിയുള്ളിലൊക്കെ 3 തൊട്ട് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ 2 1 മാത്രമേ എക്സിക്യൂട്ട് ചെയ്തുള്ളൂ. കാരണം 2 2 ആയതോടുകൂടി അവിടെ നമ്മൾ ബ്രേക്ക് അടിച്ച് പോകുന്നു. അപ്പോൾ 2 3 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിന് അവിടെ ചാൻസ് കിട്ടിയിട്ടില്ല. കാരണം ആ ഇന്നർ ലൂപ്പ് എക്സിറ്റ് അടിച്ച് പോകുന്നു. പക്ഷേ ഈ 3 1 3 2 3 3 ആണ് ഔട്ട്പുട്ട് വരാൻ കാരണം എന്താണ്, നമ്മുടെ ഔട്ടർ ലൂപ്പ് പക്ഷേ എക്സിറ്റ് അടിച്ചിട്ടില്ല. അവിടെ നമുക്ക് I++ നടക്കും. അതായത് ഐ 3 ആയി മാറും. വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് വരും. 3 1 3 2 3 3 ആണൊക്കെ പ്രിൻറ്റ് ചെയ്യും. അവിടെ ഒന്നും എക്സിറ്റ് അടിക്കാനോ ബ്രേക്ക് ചെയ്യാനോ പോയിൻറ്റ്സ് ഇല്ല. കാരണം 2 2 വരികയാണെങ്കിൽ മാത്രമേ ബ്രേക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇന്നർ ലൂപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ഐ 1ൻ്റെ കേസ് വന്നപ്പോൾ മിസ്റ്റേക്ക് ഒന്നും വന്നില്ല. 1 1 1 2 1 3 വന്നു. പിന്നെ 2ൻ്റെ കേസ് വന്നപ്പോഴാണ് 2 1 എക്സിക്യൂട്ടായി അല്ലെങ്കിൽ പ്രിൻ്റായി. പക്ഷേ 2 2 പറഞ്ഞപ്പോൾ ബ്രേക്ക് അടിച്ച് പോന്നു. പിന്നെ 2 3ക്ക് അവിടെ ചാൻസേ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നർ ലൂപ്പിൽ നമ്മൾ എക്സിറ്റ് അടിച്ച് പോകുന്നല്ലോ. പക്ഷേ ഔട്ടർ ലൂപ്പിലേക്ക് നമുക്ക് വീണ്ടും എൻ്റർ ചെയ്യാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് I++ ആണ് 3 ആയത്. അത് പിന്നെയും ഇന്നർ ലൂപ്പിലേക്ക് കയറിയിട്ട് 1 2 3 ഒക്കെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഓർഡറിൽ 1 1 1 2 1 3 2 1 3 1 3 2 3 3 എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് അല്ലെങ്കിൽ പ്രിൻ്റായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമ്മൾ പറഞ്ഞു, നമുക്ക് ലൂപ്പിൽ നിന്നോ സ്വിച്ചിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്ത് പോരാൻ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് പോരാനാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു ഗിവൺ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ കറണ്ട് ഫ്ലോ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നർ ലൂപ്പ് ഉള്ള കേസുകളിൽ അതിൻ്റെ ഇന്നർ ലൂപ്പ് മാത്രമേ ബ്രേക്ക് ചെയ്ത് പോരുള്ളൂ. ഔട്ടർ ലൂപ്പിന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ അതിൻ്റെ സിൻറ്റാക്സ് പറഞ്ഞു, ജംപ് സ്റ്റേറ്റ്മെൻറ്റ്, ബ്രേക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്ലോ ചാർട്ട് പറഞ്ഞു. എന്താണ്, കണ്ടീഷൻ വിത്തിൻ ലൂപ്പ്, ലൂപ്പിനകത്തുള്ള കണ്ടീഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫാൾസ് ആകുമ്പോഴേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആയി കഴിഞ്ഞാൽ ബ്രേക്ക് അടിച്ച് പോരും. പിന്നെ നമ്മൾ ഫോർ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഐ 5 ആണെങ്കിൽ മാത്രം ബ്രേക്ക് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. അപ്പോൾ 1 2 3 4 1 2 3 4 എന്ന് പ്രിൻറ്റ് ചെയ്ത് വന്നു. ഇനി ഇന്നർ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിളും പറഞ്ഞു. അത് എങ്ങനെയാണ് ഔട്ട്പുട്ട് വന്നത്, 3 1 1 1 2 1 3 2 1 3 1 3 2 3 3. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.